അപ്പോൾ മക്കളെ ജിസാൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് മൂന്നാറിലെ വട്ടവടയിലാണ്. വട്ടവടയിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്കാണ് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. കോട എഴുതിയിട്ടുണ്ട് കുണ്ടല ഡാം എന്നാണ്. ഏത് ഡാമാണെങ്കിലും നമ്മൾ കാണാൻ ഞാൻ ചെറുപ്പം തൊട്ട് 2-3 വട്ടം വന്നതാണ്. 5ാം ക്ലാസ്സിൽ നിന്നും അങ്ങനെ ട്രിപ്പ് നമ്മളൊക്കെ ഈ ഡാമൊക്കെ വന്നത്. അന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് ചെറുപ്പത്തിലെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഏജ് കൂടിക്കാണ്ട് ആ സ്ഥലത്തേക്ക് പിന്നെയും പോകുമ്പോഴാണ് ഈ ഏജ് മാറിപ്പോയി നമുക്ക് ഇനി അത് ആ സ്ഥലം ഇഷ്ടപ്പെടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഊട്ടിയിലെ പല ഗാർഡൻസും നമുക്ക് അങ്ങനെയാണ്. ചെറുപ്പത്തിൽ പോയ പല ആവേശത്തിലും വലുതായതിൻ്റെ ശേഷം ഞങ്ങളുടെ പോയപ്പോൾ അതേ ആവേശത്തിൽ ടിക്കറ്റ് എടുത്താൽ കയറിയിരിക്കണം. പക്ഷെ കയറിയപ്പോൾ നമുക്ക് അതിലുള്ള ഒരു സന്തോഷവും ഇല്ല. കാരണം അത് കുട്ടികൾക്ക് പറ്റിയതാണ്, നമ്മൾ വലുതായി പോയില്ലേ. ഇപ്പത്തെ ഞാൻ താഴത്തേക്കൊന്ന് വീഴാൻ പോയത് പേടിച്ചു കണ്ടോ. ഇത് കൂടെ കാണുമ്പോൾ കുറെ വെള്ളം പോണായി തോന്നുന്നില്ലേ. അതിങ്ങനെ പതച്ച് പോയിട്ടാട്ടോ. പക്ഷെ അവിടുന്ന് ഇങ്ങനെ പോയി അവിടെ നോക്കും, അവിടെ കണ്ട കുറച്ച് വെള്ളമേ പോകുള്ളൂ. കാരണം അതാണ് റിയലി ഇവിടുന്ന് ഒഴുകി പോണ വെള്ളം. എല്ലാവരും തപ്പല്ല, അതാണ് ആ വെള്ളം. ഉണ്ടോ ഉമ്മച്ചിനോട് ഇങ്ങനെ പറയണ്ട്, അങ്ങോട്ട് പോണ്ട വിടണ്ട. ഉമ്മച്ചി വ്ളോഗിൽ വരില്ല, പക്ഷെ ഈ വീഡിയോ വ്ളോഗിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മളിവിടെ കുണ്ടല ഡാമിലെ ഒരു 10 രൂപ ടിക്കറ്റ് ഇങ്ങോട്ട് വരുന്നത്. നമുക്ക് ബോട്ടിങ്ങിന് എക്സ്ട്രാ പൈസ കിട്ടോ. ബോട്ടിങ്ങിന് 2 ആൾക്ക് 400, സിംഗിളാണ് 250, അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ കുറേ കുരങ്ങന്മാർ കുറേ ഉണ്ട് ഇവിടെ ഇഷ്ടംമാതിരി. ഇത് യൂക്കാലിഫ് മരം തന്നെ അല്ലേ, ഇതിനല്ലേ പറയാം. ഇവിടെ ഇങ്ങനെ വന്ന് ഇരിക്കട്ടെ 10 രൂപക്ക്. ഇവിടെ തണലൊക്കെ ഉണ്ട്. കുറച്ചു നേരം മൂന്നാർ വന്നിട്ട് ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളല്ലേ ഉള്ളൂ. നമ്മൾ എല്ലാം വേഗം കണ്ടുപോകണമെങ്കിൽ വൈകുന്നേരം ഉച്ചയാകുമ്പോഴത്തേ കണ്ടിരുന്നു ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യുക, പോവുക, അതാണ് ഇപ്പോൾ നടക്കുക. 2 ഊഞ്ഞാൽ, കുട്ടികൾക്ക് ഊഞ്ഞാലുള്ള സംവിധാനം ഇതൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉമ്മച്ചി ഇതായിലൂടെ നടന്നു പോണത്. അങ്ങനെയൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. നമ്മൾ പണ്ട് അവിടെ അങ്ങനത്തെ മരത്തുമ്പോൾ ഇരുന്ന ഞങ്ങൾ പണ്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു അവിടെ. അപ്പൊ മക്കളെ നമ്മള് ഒരു ചെറിയൊരു ബോട്ടിങ്, ഇതിന്റെ വില്ലേജിന്റെ പേര് അറിയില്ല, കുണ്ടല ഡാമിൽ കൂടെ ഞങ്ങൾ പോണത്. കുണ്ടല ഡാമാണ് ആ കാണുന്നത്. ഞാനും മുത്തിനാണ് പോണത്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ബോട്ടിംഗ് ഒക്കെ. ഇങ്ങനെ ചാറ്റൊക്കെ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. നീന്താനൊക്കെ അറിയാം. ഒന്ന് പോണം, ഞാൻ പോയാലോചിച്ചിട്ടാണ്. നമ്മളിപ്പോ അവിടുന്ന് ഇതിനൊരു പരിധിയൊക്കെ ഉണ്ട്. അങ്ങോട്ട് കുറച്ച് ലോങ് വരെ എല്ലാത്തിനും ഒരു അതിർത്തി പോലെ വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ അതേപോലെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് ഇതാക്കാം. അതിന് സമയം ഇപ്പോൾ നമ്മളിപ്പോൾ ടൈം എത്രയായി? 12:30 1:05 12:35 നമ്മൾ കയറിയത്. 1:05 ആകുമ്പോഴത്തേന് തിരിച്ചു വരാനാണ് പറഞ്ഞത്. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ട് വ്യത്യാസം ഉണ്ടായ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കാരം. അത് നമ്മളിങ്ങനെ പോയി നോക്കുകയാണ്. ഒരിക്കലെങ്കിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. ഫസ്റ്റായിട്ട് ഞാൻ അത് ആദ്യമായിട്ടാണ്. എനിക്കിഷ്ടപ്പെട്ടു ഏതായാലും പരിപാടി. ഞാൻ ഏതായാലും വ്ളോഗ് മാത്രമാക്കണില്ല, നമ്മൾ കഴിഞ്ഞ് കുറച്ച് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അപ്പം ഞങ്ങൾ തൊഴിഞ്ഞ് ഇവിടെ ആദ്യം കുറച്ച് ആൾക്കാർ തൊഴിഞ്ഞ് ഈ അറ്റത്തെത്തി, ഞവല കൂടെ എത്തിയിട്ട് നമ്മൾ തൊഴിഞ്ഞ് ഈ താളത്തിൽ ഇങ്ങനെ ഇതിന് കണക്കുണ്ട്. ആ ലെവലിൽ ഇങ്ങനെ തൊഴിഞ്ഞു പോയാൽ നമ്മൾ അവിടെ എത്തും. കണ്ടോ ഇതൊക്കെ അവിടെ അതേപോലെ വേറൊരു ബോട്ടിങ്ങിന് കേട്ടോ. ഇവിടെ പക്ഷെ ഇക്കാരുടെ പോലത്തെ കാശ്മീരൊക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ റൈഡും ഉണ്ട്, വേറെ കുറെ റൈഡും ഉണ്ട്. ഇതൊക്കെ തൊഴിഞ്ഞു കൊണ്ടിരിക്കണം. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ തൊഴിയുന്നില്ല, ഫോൺ പിടിച്ചിക്കല്ലേ. അമ്മ ഞങ്ങള്
തൊഴിഞ്ഞ് അവിടുന്നാണ് നമ്മൾ പുറപ്പെട്ടത്. തൊഴിഞ്ഞ് അങ്ങനെ അവിടെ എത്തിക്കണം. നേരത്തെ ഒരു ബോട്ട് കാണിച്ചു തന്നില്ലേ, അപ്പൊ നമ്മൾ ഈ അറ്റത്ത് വന്നിട്ടില്ലല്ലോ, ഞാൻ അറ്റത്ത് കയറാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നിരുന്നത്. നമ്മൾ അങ്ങനെ പോയിട്ട് അങ്ങനെ തിരിച്ചു പോകും. അപ്പോൾ അത് സമയമായിക്കോളും. അങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുക കേട്ടോ. നമ്മളിപ്പോൾ അവിടുന്ന് പോയി ഏകദേശം ഈ കരക്കരി ആറ്റെത്തി. പിന്നെ ടൈം ഫുള്ളാതെ നമ്മൾ നിർത്തില്ലല്ലോ, നമുക്കിത് മുതലാവണ്ടേ. ഇനി ഒരു 10 മിനിറ്റും കൂടി ഉണ്ട്. ആ 10 മിനിറ്റും കൂടി തീർത്തിട്ട് നമ്മളവിടെ തിരിച്ചു പോകും. ഇത് മുതലാവാതെ നമ്മൾ ഇറങ്ങി പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്തതായിട്ട് വരുന്ന വീഡിയോ വേഗം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിൽ നന്നായി വീഡിയോ ചെയ്യുക. അടുത്തതായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ്.